ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിമാർട്ടിൻ്റെ Q2 റിസൾട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആൾറെഡി പ്രീവിയസ് ക്വാർട്ടറിൽ ഡിമാർട്ടിൻ്റെ Q1 റിസൾട്ട് അനാലിസിസ് ചെയ്തായിരുന്നു. അന്ന് ഡിമാർട്ട് വളരെ വേഴ്സ് പെർഫോമൻസ് ആയിരുന്നു നടത്തിയത്. കാരണം കമ്പനിയുടെ നെറ്റ് റവന്യൂവും നെറ്റ് പ്രോഫിറ്റും എല്ലാം ഡിക്ലൈൻ ആകുന്ന ഒരു കാഴ്ചയാണെന്ന് നമ്മൾ കണ്ടത്. പക്ഷേ Q2 കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. Q1 വളരെ നല്ല പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചത്. ഈ അവസരത്തിൽ ഡിമാർട്ടിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമോ അതോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് അതിൽ കണ്ടിന്യൂ ചെയ്യണമോ എന്ന കാര്യം നമ്മൾ അനാലിസിസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഡിമാർട്ട് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ച് അതിൻ്റെ പാരലൽ കമ്പനി അല്ലെങ്കിൽ പീർ കമ്പനിയായ ജിയോ മാർട്ടിൽ നിന്നാണ്. നമ്മൾക്ക് ആൾറെഡി ജിയോ മാർട്ടിനെ കുറിച്ചുള്ള ഒരുപാട് ന്യൂസുകളും ഒരുപാട് വീഡിയോകളും ഞാൻ ആൾറെഡി ചെയ്തു കഴിഞ്ഞു. പ്രമുഖ ഇൻവെസ്റ്റിംഗ് കമ്പനികൾ ജിയോ മാർട്ടിൽ ആൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞു. അതായത് റിലയൻസിൻ്റെ റീറ്റെയിൽ ബ്രാൻഡിൽ. കൂടാതെ അവർ ജിയോയുടെ ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോമുമായി ലിങ്ക് ചെയ്തതിന് ശേഷം ഒരു ഓൺലൈൻ ഗ്രോസറി ഡെലിവറി സിസ്റ്റം കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞു. ഈ അവസരത്തിൽ റീറ്റെയിലർ സെക്ടറിലെ ഒരു കാലത്തെ സെക്ടർ ലീഡറായിരുന്ന ഡിമാർട്ടിൽ ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഡിമാർട്ട് മാർക്കറ്റ് ലീഡറായി നിൽക്കുമോ അല്ലെങ്കിൽ ഡിമാർട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ന്യൂസ് കണ്ടു കഴിഞ്ഞു. ടാറ്റ അവരുടെ ഓൺലൈൻ ഗ്രോസറി ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി ഒരു സൂപ്പർ ആപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് ഒട്ടുമിക്ക പ്രധാന കമ്പനികളും റീറ്റെയിൽ സെക്ടറിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ഈ അവസരത്തിൽ ഡിമാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റ് എന്തൊക്കെയായിരിക്കും, അതോടൊപ്പം തന്നെ ഡിമാർട്ടിൽ നിന്നും ഒരു മൾട്ടി ബാഗ് റിട്ടേൺ നമ്മൾക്ക് നേടാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നതാണ്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ഡിമാർട്ടിൻ്റെ Q2 റിസൾട്ടിൻ്റെ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സിലേക്ക് കടക്കാം. കമ്പനിയുടെ ടോട്ടൽ റവന്യൂ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ Q2 ഇൻക്രീസ് ആയിരിക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഇയർ ഓൺ ഇയറിൽ ഡിക്രീസ് ആയിരിക്കുന്നതാണ്. അതായത് Q1 2020 കമ്പനിയുടെ റവന്യൂ 3884 കോടിയായിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് Q2 5273 കോടിയായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതായത് 2019 Q2 കമ്പനിയുടെ റവന്യൂ 5957 കോടിയായിരുന്നു. അതായത് ഇയർ ഓൺ ഇയറിൽ റവന്യൂ ഡിക്രീസ് ആവുകയും ബട്ട് Q2 ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി ടോട്ടൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എക്സ്പെൻസും ഇൻക്രീസ് ആയിരിക്കുന്നതായിട്ട് കാണുന്നത് Q2 ബട്ട് ഇയർ ഓൺ ഇയറിൽ റെഡ്യൂസ് ആയിരിക്കുന്നു. അതായത് Q1 2020 3818 കോടിയായിരുന്നു കമ്പനിയുടെ എക്സ്പെൻസ്. അത് ഇൻക്രീസ് ചെയ്ത് 4991 കോടിയായിട്ടുണ്ട്. ബട്ട് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ അതായത് 2019 Q2 5534 കോടി രൂപയായിരുന്നു കമ്പനിയുടെ എക്സ്പെൻസ്. നമ്മൾക്കറിയാം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നല്ലൊരു ഇൻക്രിമെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 66 കോടിയായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ 2020 Q1 കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. അത് ഇപ്പോൾ ഇംപ്രൂവ് ചെയ്ത് 282 കോടിയായി ഉയർന്നിട്ടുണ്ട്. ബട്ട് ഇയർ ഓൺ ഇയറിൽ നോക്കുകയാണെങ്കിൽ 2019 Q2 423 കോടിയായിരുന്നു. അതിൽ നിന്നും ഒരു ഡിക്രീസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് 423 കോടി 2019 Q2 ഇപ്പോൾ അത് 282 കോടിയായി കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് പരിശോധിച്ചാൽ നെറ്റ് പ്രോഫിറ്റിലും നല്ലൊരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2020 Q1 49 കോടിയായിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. അത് ഇൻക്രീസ് ചെയ്ത് 210 കോടിയായിട്ടുണ്ട്. 2019 Q2 333 കോടിയായിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. അതായത് കമ്പനി റിക്കവറിംഗ് പാത്തിലാണ്, അല്ലെങ്കിൽ Q1 റിസൾട്ടിനേക്കാൾ വളരെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് Q2 കമ്പനി നടത്തുന്നത് എന്ന് മനസ്സിലാകും. ഇനി ഏണിങ്സ് പെർ ഷെയർ നോക്കാം. ഏണിങ്സ് പെർ ഷെയർ 5 രൂപയായിരുന്നു ഡിമാർട്ടിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഏണിങ്സ് പെർ ഷെയർ, അതായത് 5.34. അത് പ്രീവിയസ് Q1 2020 0.77 അതായത് 77 പൈസ എന്ന നിരക്കിലെത്തിയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും ഇംപ്രൂവ് ചെയ്ത് 3 രൂപ 25 പൈസ എന്ന നിരക്കിൽ എത്തിയിരിക്കുന്നു. അതായത് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ അതായത് കഴിഞ്ഞ വർഷം
മുമ്പത്തെ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്വാർട്ടറിൽ അത്ര നല്ല പെർഫോമൻസ് അല്ല കമ്പനി നടത്തിയിരിക്കുന്നത്. പക്ഷേ പ്രീവിയസ് ക്വാർട്ടറിൽ നിന്നും നല്ല ഫിഗറിലും ഫാക്റ്റിലും നല്ല വ്യത്യാസമാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അതായത് കമ്പനി അതിൻ്റെ റിക്കവറിംഗ് പാത്തിലാണെന്ന് പറയാം. നമ്മൾ ഇതുവരെ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റിസൾട്ടിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾക്ക് ക്വിക്ക്ലി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് കൂടി പരിചയപ്പെടാം. ഇതിലെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് പോയിന്റുകൾ ഇതാണ്. ഒന്ന്, കമ്പനിയുടെ റവന്യൂ ക്വാർട്ടർ ടു ക്വാർട്ടർ ഇൻക്രീസ് ആയെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഡിക്രീസ് ആയി. അതായത് 2019 കമ്പനിയുടെ റവന്യൂ 5991 കോടിയായിരുന്നു. അതിൽ നിന്നും ഡിക്രീസായി 5306 കോടിയായിട്ടുണ്ട്. അതുകൊണ്ട് കമ്പനിയുടെ എബിറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 8.6% നിന്നും 6.2% ഡിക്രീസ് ആയിട്ടുണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് 323 കോടിയിൽ നിന്നും 199 കോടിയിലേക്കാണ് ഇയർ ഓൺ ഇയറിൽ ഡിക്രീസ് ആയിട്ടുള്ളത്. അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മാർജിൻ 5.4% നിന്നും 3.7% ഡിക്രീസ് ആയിട്ടുണ്ട്. ഏണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ 5.17 നിന്നും 3.07 എന്ന ലെവലിലേക്കാണ് ഡിക്രീസ് ആയിരിക്കുന്നത്. ഇതാണ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ റിസൾട്ടിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ. ഇനി നമ്മൾക്ക് കമ്പനിയുടെ പെർഫോമൻസിനെ കുറിച്ച് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി എന്തൊക്കെയാണെന്ന് കേൾക്കാം. അതായത് കമ്പനിയുടെ മാനേജ്മെൻറ്റ് പറയുന്നത് ക്വാർട്ടർ ടു ക്വാർട്ടർ അല്ലെങ്കിൽ മന്ത് ബൈ മന്ത് കമ്പനിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. അതായത് ഓഗസ്റ്റ് മാസം ജൂലൈയേക്കാൾ നന്നായി പെർഫോം ചെയ്തു, സെപ്റ്റംബർ മാസം ഓഗസ്റ്റിനേക്കാൾ വളരെ നന്നായി പെർഫോം ചെയ്തു എന്നാണ് പറയുന്നത്. കൂടാതെ കമ്പനിയുടെ ഫുട്ഫോൾസ് കുറയുന്നുണ്ട് എങ്കിലും ബാസ്ക്കറ്റ് വാല്യൂ കൂടുന്നു എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി. അതുകൂടാതെ തന്നെ കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കമ്പനി പുതിയ 6 ഡിമാർട്ട് സ്റ്റോറുകൾ ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ 2 ഡിമാർട്ട് സ്റ്റോറുകൾ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ 2 ഡിമാർട്ട് സ്റ്റോറുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാണ് ക്ലോസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കമ്പനി അതിൻ്റെ ഇ കൊമേഴ്സ് സെക്ടറിൽ അല്ലെങ്കിൽ ഇ ഗ്രോസറി ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമിൽ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിലേക്കുള്ള വെയർഹൗസ് ആക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. കമ്പനി അതിൻ്റെ ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഇ പ്ലാറ്റ്ഫോം സെക്ടറിലേക്ക് ഡിമാർട്ട് റെഡി എന്ന പേരിൽ കമ്പനി അതിൻ്റെ ഓൺലൈൻ ഗ്രോസറി ഡെലിവറി സിസ്റ്റം കൂടി തുറന്നിരിക്കുന്നുണ്ട്. ഇത് പ്രധാനമായും കമ്പനി അതിൻ്റെ മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇത് പൂനെ സിറ്റിയിലേക്കും എക്സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. നമ്മൾ ഡിമാർട്ടിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അനാലിസിസ് ചെയ്തപ്പോൾ കൺസോളിഡേറ്റഡ് റിസൾട്ടും അതുപോലെ തന്നെ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റിസൾട്ടും പ്രത്യേകമാണ് പറഞ്ഞത്. കാരണം കൺസോളിഡേറ്റഡ് റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 199 കോടിയാണ് കാണിക്കുന്നത്. പക്ഷേ സ്റ്റാൻഡ് അലോൺ റിസൾട്ടിൽ 211 കോടിയാണ് കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാകാം. അത് ഞാനിപ്പോൾ ക്ലിയർ ചെയ്യുകയാണ്. കാരണം ഡിമാർട്ടിൻ്റെ കൺസോളിഡേറ്റഡ് റിസൾട്ടിൽ ഡിമാർട്ടിൻ്റെ മെയിനായ അവന്യൂ സൂപ്പർ മാർട്ടിനെ കൂടാതെ അതിൻ്റെ മറ്റ് 5 സബ്സിഡറികൾ കൂടി ചേർന്നതാണ് കൺസോളിഡേറ്റഡ് റിസൾട്ട്. അതായത് അവന്യൂ ഇ കൊമേഴ്സ്, അലിഗൻ റീറ്റെയിൽ ട്രേഡർ, നെഹാർ സേത്ത് ആൻഡ് ജോഗിനി ഡെവലപ്പർ, കൂടാതെ അവന്യൂ ഫുഡ് പ്ലാസ പ്രൈവറ്റ് ലിമിറ്റഡ്, റിഫ്ലക്റ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ കൂടി ചേർന്നതിൻ്റെ റിസൾട്ടാണ് കൺസോളിഡേറ്റഡ് റിസൾട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഇനി സ്റ്റാൻഡ് അലോൺ റിസൾട്ടിൽ ക്ലിയർ കട്ടായിട്ട് അവന്യൂ സൂപ്പർ മാർട്ടിൻ്റെ മാത്രം റിസൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൺസോളിഡേറ്റഡ് റിസൾട്ടിലും സ്റ്റാൻഡ് അലോൺ റിസൾട്ടിലും ഉള്ള ഡിഫറൻസുകൾ വന്നിരിക്കുന്നത്. 1,28,492 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ള കമ്പനിയാണ് ഡിമാർട്ട്. കമ്പനി എപ്പോഴും ഹയർ വാല്യൂഷനിലാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. കാരണം കമ്പനിയുടെ മൾട്ടി ബാഗർ റിട്ടേൺ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ. ഇൻഡസ്ട്രിയുടെ PE 94, കമ്പനിയുടെ PE 120. കമ്പനി വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് തരുന്ന കമ്പനിയാണ്. കാരണം ഇതൊരു ഡിവിഡൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കല്ല, പകരം ഇതൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇനി ഡിമാർട്ട് എന്ന കമ്പനിക്ക് ബാക്കിയുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനേക്കാൾ ഉള്ള ബെനിഫിറ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന് കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. അതായത് 75% ഷെയറുകൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയറുകൾ കമ്പനിയുടെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കൂടാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും
ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്യുകയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് ഡിക്രീസ് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 9.62 നിന്നും ഇൻക്രീസ് ചെയ്ത് 10.42 ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ 9.62 2020 മാർച്ച് മാസത്തെ ഹോൾഡിങ്ങും 10.42 2020 ജൂൺ മാസത്തെ ഹോൾഡിങ്ങുമാണ്. ഇനി നമ്മൾ ഡിമാർട്ടിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ ഡിമാർട്ടിൻ്റെ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കാണ് ഇത്. അതായത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ മാർച്ച് 2009 0.08 ആയിരുന്നു. അത് റെഡ്യൂസ് ചെയ്ത് കമ്പനി ടോട്ടലി ഡെപ്റ്റ് ഫ്രീ ആയിട്ടുണ്ട്. ഇത് ഡിമാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ROEയും ROCയും അസറ്റും റിട്ടേൺ ഓൺ അസറ്റും ഡിക്രീസ് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അതായത് 2019 കമ്പനിയുടെ ROE 16.15 ആയിരുന്നു. അത് റെഡ്യൂസ് ചെയ്ത് 11.74 ആയിട്ടുണ്ട്. ROCE 25 നിന്നും 15 ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ROA 12 നിന്നും 10 റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റും റവന്യൂവും ഡിക്രീസ് ആയി. അതുകൊണ്ട് സബ്സിക്വൻ്റ്ലി റിട്ടേൺ റേഷ്യോസിലും ഒരു റിഡക്ഷൻ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഡിമാർട്ടിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം സ്റ്റോക്ക് ആൾറെഡി അതിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവലിൽ എത്തിക്കഴിഞ്ഞു. അതായത് 2000 റേഞ്ചാണ് സ്റ്റോക്കിൻ്റെ ബെസ്റ്റ് ബൈയിങ് ലെവൽസ്. Q2 കമ്പനിയുടെ പെർഫോമൻസ് ഇൻക്രീസ് ആയി എന്നത് കണ്ട് സ്റ്റോക്ക് അതിൻ്റെ 2000 ലെവലിന് മുകളിലേക്ക് റീഗെയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. എന്നിരുന്നാലും സ്റ്റോക്കിൻ്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കറൻ്റ്ലി വീക്ക് പൊസിഷനാണ്. അതായത് RSI ബിലോ 40 ആണ്. കൂടാതെ എല്ലാ മൂവിങ് ലൈൻസിൻ്റെയും അതായത് മൂവിങ് ആവറേജ് ലൈൻസിൻ്റെയും താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് അതിൻ്റെ 20-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിനും താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ. അതായത് 2000 റേഞ്ച് സ്റ്റോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. എന്നിരുന്നാലും അതിലും താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ പ്രസൻറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കിയാൽ മനസ്സിലാവും സ്റ്റോക്ക് ഈ 1980 റീജിയനിൽ കഴിഞ്ഞ ജൂലൈ മാസത്തിലും ഒരു സപ്പോർട്ട് എടുത്തിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് 2300 ലെവലിലേക്ക് എത്തി. ശേഷം സ്റ്റോക്കിൽ വീണ്ടും കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തിലും സ്റ്റോക്ക് ഈ ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്തിരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയി അപ്പ് ട്രെൻഡ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് അതിൻ്റെ 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഹൈ ആവുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ മന്ത്ലി ചാർട്ടിൽ നിന്ന് നോക്കുന്നത്. അതായത് 1980 റേഞ്ച് സ്റ്റോക്കിൻ്റെ 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. അതായത് ഈ ലെവലിൽ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റോക്കിൽ ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഏകദേശം 2000 റേഞ്ചിന് മുകളിലാണ്. അതായത് 200-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിലാവുമ്പോഴായിരിക്കും നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ Q2 റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആയി സ്റ്റോക്ക് ഏകദേശം 2000 റേഞ്ചിന് മുകളിൽ വന്നാൽ മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഈ റേഞ്ചിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് 2400 റേഞ്ചിലേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. ഇനി റിലയൻസിൻ്റെ ജിയോ മാർട്ട് പോലുള്ള കോമ്പറ്റീറ്റേഴ്സാണ് നമ്മൾക്ക് ഡിമാർട്ടിന് എതിരെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ റിലയൻസ് ആൾറെഡി ഇപ്പോൾ റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടറിൽ ഒരുപാട് പുറത്തുനിന്നുള്ള കമ്പനികൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. കൂടാതെ റിലയൻസിൻ്റെയും ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെയും ഡീലിൽ ഒരു കൺഫോർമാലിറ്റി വരുന്നതുമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡിമാർട്ടിൻ്റെ ബിസിനസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. കൂടാതെ നമ്മൾ ക്വാർട്ടർലി റിസൾട്ടിൽ കണ്ടതുമാണ് കമ്പനി അതിൻ്റെ റീറ്റെയിൽ ചെയിനുകളും ഔട്ട്ലെറ്റ് സ്റ്റോറുകളും പുതുതായിട്ട് തുറക്കുന്നുണ്ട്. കൂടാതെ ഡിമാർട്ട് റെഡി എന്ന പേരിൽ കമ്പനി കൊമേഴ്സ് സെക്ടറിൽ കൂടി അതിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്നു. വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ചല്ല ഡിമാർട്ട് നടത്തുന്നത്. പകരം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സസ്റ്റൈൻഡ് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾക്ക് ഡിമാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.